നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിതാപകരമായ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ചില വമ്പൻ താരങ്ങൾ പുറത്തേക്ക് പോയേക്കും. അക്കൂട്ടത്തിൽ എണ്ണപ്പെടുന്നയാളാണ് എഡേഴ്സൺ മോറസ്. ഇപ്പോൾ ഇന്നലെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് തോറ്റു മാഞ്ചസ്റ്റർ സിറ്റി. പരിതാപകരമായ സ്ഥിതിവിശേഷം. എഡേഴ്സൻ്റെ കളി പോരാ, പഴയ മികവില്ല, എഡേഴ്സനെയൊക്കെ എന്നോ പുറത്താക്കേണ്ടതാണ് എന്ന തരത്തിൽ ചില ആരാധകരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ എഡേഴ്സൺ ഇന്നലെ അദ്ദേഹത്തിൻ്റെ 350-ാം മത്സരമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി നടത്തിയത്. വല്ലാത്തൊരു കരിയറാണ്. അതിൽ 254 എണ്ണവും വിജയിച്ചിട്ടുണ്ട്. 158 ക്ലീൻ ഷീറ്റുകൾ, 5 അസിസ്റ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 6 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ, 4 ലീഗ് കപ്പുകൾ, 3 കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടങ്ങൾ, 2 FA കപ്പ് കിരീടങ്ങൾ, ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം, ഒരു യുവേഫ സൂപ്പർ കപ്പ് കിരീടം, ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം, പ്രീമിയർ ലീഗ് ഗോൾഡൻ ഗ്ലൗ 3 തവണ, PFA പ്രീമിയർ ലീഗ് ടീം ഓഫ് ദി ഇയറിൽ 2 തവണ, ഫിഫ്രോ മെൻസ് വേൾഡ് 11 1 തവണ, IFFH മെൻസ് വേൾഡ് ടീമിൽ 1 തവണ, ദി ബെസ്റ്റ് ഫിഫ ഗോൾ കീപ്പർ പുരസ്കാരം 1 തവണ, IFFHS വേൾഡ് ബെസ്റ്റ് ഗോൾ കീപ്പർ പുരസ്കാരം 1 തവണ, ഗ്ലോബ് സോക്കർ അവാർഡ് ബെസ്റ്റ് ഗോൾ കീപ്പർ പുരസ്കാരം 1 തവണ, യുവേഫ ചാമ്പ്യൻസ് ലീഗ് സ്ക്വാഡ് ഓഫ് ദി സീസണിൽ 1 തവണ. ചുരുക്കത്തിൽ സിറ്റിയിൽ നിന്നിട്ട് എഡേഴ്സൺ നേടാൻ ഇനിയൊന്നും ബാക്കിയില്ല. പക്ഷേ ഒടുവിൽ താങ്ക്സ് ഫോർ യുവർ സർവീസ്, ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ എന്ന രൂപത്തിലാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. എഡേഴ്സണെ സിറ്റി കൈവിടാൻ സമയമായോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.